നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരികയും നമ്മളെല്ലാം ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധരായിത്തീരുകയാണ്. നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് ത്രിത്വം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ വിശുദ്ധരാണ്. നമ്മൾക്ക് പാപം ചെയ്യാൻ ആ പ്രവണത, നമ്മൾ വിശുദ്ധരാണ്, നമ്മൾ ദൈവം മക്കളും ദൈവം തന്നെയായി തീർന്നിരിക്കുകയാണ്. നമുക്ക് പാപത്തിൻ്റെ ആ വശത്തെ കൂടി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. വിശുദ്ധരെ പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് വിശുദ്ധരായി മരണശേഷം പോലും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാനായിട്ടാണ് എത്തിയതും പാപികളെ രക്ഷിച്ചതും. യേശുക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചു. പാപികൾ എന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ലോകത്ത് കാണുന്നവരെ നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ ഈ സാഹചര്യം വെച്ചുകൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നതും അവരെ പാപികളാണെന്ന് വിധിക്കുന്നതും. യഥാർത്ഥത്തിൽ അവരുടെ പാപങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതാണ്, മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അവരെ ശകാരിക്കുകയോ വഴക്ക് പറയുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ നമുക്കറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ബ്രദറിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കും നമുക്കങ്ങനെ വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്.